പിന്നെ അതുകൂടാതെ സ്നേഹിതന്മാരെ കോഴിക്കോട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് കേട്ടോ, ഉയരത്തിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇത് കൂടാതെ 70 നിലകളുള്ള ബിൽഡിങ് ബീച്ചിൽ വരുന്നുണ്ട് കേട്ടോ. ബീച്ച് ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് ഭാഗത്തു നിന്നുള്ള കാഴ്ച കേട്ടോ. അവിടെ ലെയറുകളുടെ എണ്ണമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 38 37 ഗ്രൗണ്ട് ഫ്ലോർ അടക്കം അവിടെ 38 നില ആയിട്ടുണ്ടാവും അല്ലേ. ഈ ഭാഗത്ത് നിങ്ങൾ മാഗ്നം ഓപ്പസ് ഇപ്പം നിലവിൽ കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ ബിൽഡിങ് ഫുള്ള്. സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇത് കേട്ടോ ബാക്കിൽ കാണുന്നുണ്ടോ ആകാശം മുട്ടി നിൽക്കുന്ന ബിൽഡിങ്. അപ്പോൾ ഞാനുള്ളത് NH66 മോഡൽ കേട്ടോ. ഇന്ന് നമ്മുടെ കോഴിക്കോടുള്ള ഒരു അത്ഭുത കാഴ്ച കാണിക്കാൻ വന്നതാണ്. കോഴിക്കോട് ജില്ലയിൽ ഇത് കണ്ടോ കയ്യിലോ. യെസ്, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിലുള്ള ഏകദേശം വലിയ വലിയ ബിൽഡിങ്ങുകളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ കേരളത്തിലെ ബുർജ് ഖലീഫ എന്ന് വിളിക്കട്ടോ. കേട്ടോ എന്തോ ഒരു ഹൈറ്റാട്ടോ. പണി കഴിഞ്ഞില്ല, പണി ഇനി നടക്കാണ്ട് കേട്ടോ. പണി ഇങ്ങനെ പൊങ്ങാണ്ട് ഇപ്പം ഏകദേശം 38 നിലകൾ പൊങ്ങിക്കഴിഞ്ഞു. ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാട്ടോ വരുന്നത്. കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ടാലസ്റ്റ് ബിൽഡിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ് വർക്കൊക്കെ കഴിഞ്ഞത് എറണാകുളം ജില്ലയിലാണ്. ചോയ്സ് പാരഡൈസ് എന്ന ബിൽഡിംഗ് കേട്ടോ. 40 നിലകൾ 40 നിലകൾ ഹൈറ്റുള്ള ഏകദേശം അത് 137 മീറ്റർ ഹൈറ്റ് ഉണ്ട് കേട്ടോ. 137 മീറ്റർ ഹൈറ്റ്. ഇത് നമ്മുടെ ഗാലക്സി അറ്റ്മോസ്ഫിയർ ഈ ബിൽഡിങ്ങിൻ്റെ പേരാട്ടോ. എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കോഴിക്കോട് ജില്ലയിൽ എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മനോരമ ജംഗ്ഷന്ന് നടക്കാവ് വഴിക്ക് വരുമ്പം മനോരമ ജംഗ്ഷന്ന് ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തേക്ക് പോണതിൻ്റെ ഇടക്കായിട്ടാട്ടോ വരുന്നത്. ഇത് പിന്നെ കോഴിക്കോട് ടൗണിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണും കേട്ടോ ഇതിൻ്റെ സമുച്ചയം. മോൾ ഭാഗം അത്രയും ഉയരത്തിൽ പൊങ്ങിക്കഴിഞ്ഞു. 38 നിലകളുടെ വർക്ക് ഏകദേശം ഫിനിഷിംഗ് ആണ്. പ്ലാസ്റ്ററിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഫുള്ള് ഫിനിഷ് ആയിക്കൊണ്ടേ പോവുക കേട്ടോ. 2026 ഉദ്ഘാടനം ആകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാട്ടോ. ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ. ഗാലക്സി അറ്റ്മോസ്ഫിയർ ടാലസ്റ്റ് റെസിഡൻഷ്യൽ ടവർ ഓഫ് ഇൻ കേരള. 50 നിലകളിലായി വരുന്ന ബിൽഡിങ് 167 മീറ്റർ ഹൈറ്റിൽ ചിന്തിക്കാൻ പറ്റുമോ? അപ്പം നമ്മുടെ കേരളത്തിലിപ്പം നിലവിൽ ഞാൻ പറഞ്ഞത് എറണാകുളം ജില്ലയിലാണ് 1ാം സ്ഥാനത്ത് ഇപ്പം നിലവിൽ വർക്ക് കഴിഞ്ഞത്. പക്ഷേ 1ാം സ്ഥാനം നമ്മുടെ കോഴിക്കോട് ഇങ്ങനെ തട്ടിയെടുക്കുക കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ബിൽഡിങ്ങിലത്തെ വർക്ക് തുടങ്ങിയ ബിൽഡിങ്ങിൻ്റെ എൻ്റെ അറിവിലില്ല. പിന്നെ ഇതേ ടീം തന്നെ 40 ലെയർ ഹൈറ്റിൽ നമ്മുടെ ബൈപ്പാസിൽ കാലിക്കറ്റ് ബൈപ്പാസിൽ ലാൻഡ്മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ബിൽഡിംഗ് കൂടി വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മുടെ ആ ബിൽഡിങ് എറണാകുളം ജില്ലയിലുള്ള ബിൽഡിങ്ങിനെക്കാട്ടും ഒരു 2 മീറ്റർ ഹൈറ്റ് കുറവാണോ. എറണാകുളം ഉള്ളത് 137 മീറ്റർ, അത് നമ്മുടെ ഗാലക്സിൻ്റെത് 135 മീറ്റർ. ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1ാം സ്ഥാനത്ത് ഇതായിരിക്കും. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് ചോയ്സ് പാരഡൈസ്. പിന്നെ 3ാം സ്ഥാനം 4ാം സ്ഥാനമൊക്കെ നമ്മുടെ കോഴിക്കോടല്ല കേട്ടോ. 3ാം സ്ഥാനത്തുള്ളത് ഏതാണ് ഞാൻ പറഞ്ഞ ഗാലക്സിൻ്റെത്. പിന്നെ 4ാം സ്ഥാനത്തുള്ളത് മാഗ്നം ഓപ്പസ്. അതിപ്പോൾ നിലവിൽ വർക്ക് കഴിഞ്ഞാൽ 38 നിലകളുള്ള അതെത്ര 127 മീറ്ററോ അങ്ങനെ എന്തോ ആണല്ലേ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ കേട്ടോ. പിന്നെ അതുകൂടാതെ സ്നേഹിതന്മാരെ കോഴിക്കോട് ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് കേട്ടോ, ഉയരത്തിലേക്ക് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇത് കൂടാതെ 70 നിലകളുള്ള ബിൽഡിങ് ബീച്ചിൽ വരുന്നുണ്ട് കേട്ടോ. ബീച്ച് ഏരിയയിൽ വരുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. അതുകൂടാതെ 80 നിലകളുള്ള ബിൽഡിങ് നമ്മുടെ ബൈപ്പാസിൽ പുതിയ ബൈപ്പാസിൽ ആറുവരിപ്പാതിൻ്റെ ഓരത്ത് 80 നിലകളുള്ള ടിൻ ടവർ വരുന്നുണ്ടെന്ന് അതും കേട്ടിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, കേട്ടതിങ്ങനെ പറഞ്ഞെന്നുള്ളൂ. പിന്നെ അതുകൂടാതെ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നു പാലക്കാട് ജില്ലയിൽ
85 നിലൻ്റെ ബിൽഡിങ്ങിൻ്റെ വർക്ക് ആരംഭിച്ച് കഴിഞ്ഞു കേട്ടോ. അത് സത്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ എല്ലാവരും. ഇതിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങൊക്കെ പണ്ട് നല്ല ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇത് വളരെ ചെറുതായി പോകും. പിന്നെ ഈ ബിൽഡിങ്ങിലെ എല്ലാ സൗകര്യങ്ങളും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 20 സ്വിമ്മിംഗ് പൂളുകളാണ് ഇതിൻ്റെ പ്രൈവറ്റ് പൂളുകൾ. അതുകൂടാതെ ഏറ്റവും ടോപ്പിൽ ഒരു പൂള് വരുന്നുണ്ട്. അത് എല്ലാവർക്കും കൂടി ഇല്ലാതെ തോന്നുന്നു കേട്ടോ. അങ്ങനെയുള്ള പൂളുകൾ, പിന്നെ ഇവരുടെ ഈ ബിൽഡിങ്ങിൽ താമസിക്കുന്നവർക്ക് എല്ലാ സൗകര്യവും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പിന്നെ സൗകര്യം എല്ലാം ഉണ്ടാക്കി കൂടി സാധനം വാങ്ങാനൊക്കെ പുറത്തു കൊണ്ടി വരും അല്ലേ. എന്തായാലും ഇതിൻ്റെ മുകളിലൊക്കെ ബുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. എത്ര ഹൈറ്റ്, നല്ല കോടികൾ കൊടുക്കേണ്ടി വരും. എന്തായാലും 1500 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റ് മുതൽ 3300 സ്ക്വയർ ഫീറ്റ് വരെ വലിപ്പമുള്ള ഫ്ലാറ്റുകൾ ഇതിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ബുക്കിംഗ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ കോളേജ് ഭാഗത്തു നിന്നുള്ള കാഴ്ച കേട്ടോ. അവിടെ ലെയറുകളുടെ എണ്ണമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 38, 37 ഗ്രൗണ്ട് ഫ്ലോറിലടക്കം അവിടെ 38 നിലയായിട്ടുണ്ടാവും അല്ലേ. ഈ ഭാഗത്ത് നിങ്ങൾ മാഗ്നം ഓപ്പസ് ഇപ്പം നിലവിൽ കേരളത്തിലെ ഉയരം കൂടിയ 2ാമത്തെ ബിൽഡിങ് ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഒരു വർഷം മുമ്പ് 1-2 വർഷമായിട്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഹൈറ്റ് കൂടിയ ഇതിൽ 2ാമത്തെ ബിൽഡിങ് കേട്ടോ. അതിൻ്റെ ചുവട്ടിലൊക്കെ നിന്നുണ്ടെങ്കിലോ ഞാനൊന്നിപ്പം ഗൾഫ് മറ്റുള്ള വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ ഏരിയയിലേക്കൊന്നും പോകാത്തതുകൊണ്ട് എനിക്കിത് വലിയ അത്ഭുതമായിട്ട് തന്നെ കേട്ടോ തോന്നുന്നത്. ഗൾഫിലുള്ള ആളുകളൊക്കെ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ പുച്ഛമായിരിക്കും അല്ലേ, പുച്ഛം. ഇപ്പോൾ ഏകദേശം 38 ലെയർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈറ്റിൽ ഇപ്പോൾ കറക്റ്റ് പക്ക ലെവലിൽ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിക്കോടിൻ്റെ ആ ഒരു വലിയ സിറ്റിയാണ്, ഒരു സിറ്റിയുടെ ഒരു പ്രധാന അടയാളം തന്നെ കേട്ടോ ഹൈറ്റ് കൂടിയ ബിൽഡിങ്. ഇപ്പം നിലവിൽ നമ്മൾ വലിയ ലോകരാജ്യങ്ങളൊക്കെ നോക്കുമ്പോൾ, വലിയ സിറ്റികളൊക്കെ നോക്കുമ്പോൾ ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങിന് ആ ഒരു പ്രത്യേക പേരെന്നാ അല്ലേ, അതങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഹൈറ്റ് കൂടിയതുകൊണ്ട് കോഴിക്കോട് വലുതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കോഴിക്കോടിൽ വ്യവസായങ്ങളൊക്കെ കുറവാണ്. നമ്മുടെ തിരുവനന്തപുരം ആൻഡ് കൊച്ചിയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ നഗരം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം, കോഴിക്കോട് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു കച്ചറൊക്കെ കാണട്ടോ. എന്തായാലും നമ്മുടെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങിൽ ഫസ്റ്റ് കോഴിക്കോട് വരും, പിന്നെ അത് കഴിഞ്ഞ് എറണാകുളം, പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കോഴിക്കോട്, പിന്നെ അത് കഴിഞ്ഞ് തിരുവനന്തപുരം കേട്ടോ. 35 ലെയറുള്ള ബിൽഡിങ് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ 33 നിലകളുള്ള 2 ബിൽഡിങ് കൊച്ചിയിൽ വരുന്നുണ്ട്. ആദ്യം ഒരു 2 വർഷം മുമ്പ് വരെ 10ാം സ്ഥാനത്ത് നമ്മുടെ ശോഭ സിറ്റി, തൃശ്ശൂരുള്ള ശോഭ സിറ്റി ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 10 സ്ഥാനങ്ങളിൽ നിന്നൊക്കെ അതൊക്കെ പുറത്തായിട്ടുണ്ട് കേട്ടോ. 30 നില ശോഭ സിറ്റി എന്നൊക്കെ പറഞ്ഞത് 28 നിലകളുള്ള ബിൽഡിങ്ങാണ്. ഇപ്പോൾ 30 നില ബിൽഡിങ്ങുകളൊക്കെ പല സ്ഥലത്തും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കോട്ടയം ജില്ലയിൽ അവിടെയും 28 നിലയുള്ള ഒരു ബിൽഡിങ്ങാണുള്ളത്. അപ്പോൾ ഏകദേശം വലിയ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത വേറെ ഏതെങ്കിലും ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ എല്ലാവർക്കും. അത് അറിയിച്ചാൽ എനിക്കും അറിയാൻ പറ്റും. നമ്മൾ കുറേയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. ഇപ്പം ഞാൻ റെയിൽവേ മേൽപ്പാലത്തിൻ്റെ മുകളിലാട്ടോ നിൽക്കുന്നത്, ബീച്ചിലേക്ക് പോകുന്ന അവിടെ നിന്നുള്ള വ്യൂ. ഏതാ ഹൈറ്റ് ഇപ്പോൾ കൂടി തോന്നുന്നത്? മാഗ്നം ഓപ്പസ് ഒന്നുകൂടി ആ നമ്മുടെ ഹെലിപ്പാഡിൻ്റെ ആ ഒരു ഹൈറ്റും കൂടി ഒരു മാറ്റമുണ്ട് അല്ലേ. യെസ്, ഇങ്ങനെ നോക്കുമ്പോൾ ക്യാമറ ചെരിച്ച് പിടിച്ചിട്ടാ. ഞാൻ പറഞ്ഞ നമ്മുടെ ഗാലക്സിൻ്റെ തൊണ്ടയാട് വരുന്ന ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ അതാ കേട്ടോ. 35 മീറ്ററിൽ വരുന്ന. ഇപ്പം ഞാൻ ബീച്ചിലെത്തിട്ടോ. ബീച്ചിൽ ആ ബിൽഡിങ്ങിൻ്റെ വർക്ക് ഇവിടെ നിന്നും കാണുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഉഷാറായിട്ട് കാണും. മാഗ്നം ഓഫീസ് അത് അവിടെ നിന്ന് കാണുന്നു. ഇതാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച്. സെറ്റപ്പ് ബീച്ചാട്ടോ, അടിപൊളി. നല്ല ഒരു അഭിപ്രായമുള്ള ബീച്ച് തന്നെയാണ് കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മുടെ വെള്ളയിൽ ഹാർബർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് കോഴിക്കോടാണ് വരുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? ആ 80 നിലയുള്ള 70 നിലയുള്ള ബിൽഡിങ് ബീച്ച് ഏരിയയിൽ, ഇവിടെ ഈ ഏരിയയിൽ എവിടെയോ ആണ് വരുന്നത്. അതിൻ്റെ പ്ലാനിങ് വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും അത് പൊങ്ങുന്നതോടുകൂടി നമ്മുടെ ബീച്ചും ഉഷാറായി.
പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ വലിയ വലിയ നഗരങ്ങളായ ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ബിൽഡിംഗ് ഇല്ലേ ചോദിക്കും. അപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം നമ്മുടെ ചെന്നൈയിലൊക്കെ 50 നിലയുള്ള ഒരു ബിൽഡിംഗ് കേട്ടോ. ചെന്നൈയിലുള്ള ബിൽഡിങ്ങിനെക്കാട്ടിയും 2 മീറ്റർ കൂടുന്നവളാണ് ഈ ബിൽഡിങ്, കുറച്ചുകൂടി ഹൈറ്റ് കൂടും. അതുപോലെ നമ്മുടെ ബാംഗ്ലൂരും 50 നിലൻ്റെ താഴെയുള്ള ബിൽഡിംഗ് കേട്ടോ. ബാംഗ്ലൂർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു. 80 നിലയുള്ള ബിൽഡിംഗ് കേട്ടോ, 100 നിലയുള്ള ബിൽഡിംഗ് കേട്ടോ. അതുപോലെ നമ്മുടെ വലിയ സിറ്റിയായ മുംബൈ, ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്ന മുംബൈയിൽ 100 നിലയുള്ള ബിൽഡിങ്, 110 നിലയുള്ള ബിൽഡിങ് അതൊക്കെ പൊങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡൽഹിയിൽ അതുപോലെ 100 നിലയുള്ള ബിൽഡിങ്ങുകൾ പൊങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ മൊത്തത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കോഴിക്കോടും അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം. നമ്മുടെ കൊച്ചിയിൽ, കേരളത്തിൻ്റെ ഏറ്റവും വലിയ സിറ്റിയായ നമ്മുടെ കൊച്ചിയിൽ അപ്പോൾ നമ്മുടെ കോഴിക്കോട് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ബിൽഡിങ്ങുകളുടെ ഹൈറ്റിൻ്റെ വ്യത്യാസത്തിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. നമ്മൾ കുറച്ചൊക്കെ സെർച്ച് ചെയ്ത് ഇങ്ങനെ കണ്ടതാണ്. അപ്പോൾ അതിലുള്ള വിവരങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പുതിയതായിട്ട് നവീകരിച്ച ഒരു ഹാർബർ കേട്ടോ. അടിപൊളി ചെറിയൊരു ഹാർബർ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ട് പുതിയാപ്പ ഹാർബർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പം നമ്മുടെ കോഴിക്കോട് വീണ്ടും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ബിൽഡിങ്ങുകളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന്, പിന്നെ അതുപോലെ ഹൈറ്റിൻ്റെ മാറ്റത്തിൽ കേരളത്തിൽ വേറെ ഏതെങ്കിലും ജില്ലയിൽ ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അപ്പം നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ. നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഊർജ്ജം കിട്ടുന്നത് ലൈക്കും സബ്ബൊക്കെ കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.